അപ്പൊ ഈ ചെവിയിലാണ് ഓങ്കാരത്തിന്റെ അർത്ഥം പറയേണ്ടത്. ഉണ്ണിക്ക് ചെവിയിലെത്തില്ല. ഈ കുഞ്ഞു കുട്ടിയല്ലേ മുരുകൻ, ഭഗവാൻ എടുത്തിട്ട് വലത്തെ തോളിലിരുത്തും മുരുകനെ. അപ്പൊ ചെവിയില് ഈ ഓങ്കാരത്തിന്റെ അർത്ഥം മഹാദേവന് മുരുകൻ ഉപദേശിക്കുന്നതാണ്. ആ ഭാവത്തെ നമ്മൾ സ്വാമിനാഥൻ എന്ന് വിളിക്കും. അച്ഛന് വേദോപദേശം ചെയ്യുന്ന മകൻ. ഇതേ രീതി ഒന്ന് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്താൽ പുരാണത്തില് അഷ്ടാവക്രൻ എന്നൊരു കഥാപാത്രമുണ്ട്, കേട്ടിട്ടുണ്ടാവും. 8 വളവോട് കൂടി അദ്ദേഹം ജനിക്കുന്നു. അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇരുന്ന് വേദം പാരായണം ചെയ്യുന്നുണ്ടാവും. ഈ ചെങ്ങായുടെ അച്ഛൻ അയാൾ വേദം പാരായണം ചെയ്യുന്ന സമയത്ത് മൂപ്പെ തെറ്റിക്കും. ഈ കുട്ടി ഗർഭപാത്രത്തെ ഇരുന്ന് വിളിച്ചു പറയും, അച്ഛാ ചെല്ലിയ വേദം തെറ്റാണ്, അതിങ്ങനെയല്ല ചൊല്ലേണ്ടത്. ഈ സാധനം ഭൂമിയിലേക്ക് വന്നിട്ടില്ല, ഇപ്പൊ തന്നെ നീ എന്നെ തിരുത്താനായോ എന്ന് ചോദിച്ചിട്ട് അതിന് ശപിക്കും. 8 വളവോട് കൂടി ജനിക്കട്ടെ. ഒരാളുടെ ഫോൾട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പോലും അയാൾക്ക് പറ്റില്ല, അത്ര കണ്ട് ഈഗോ. അവിടെയാണ് വേറൊരാള് ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള മഹാദേവൻ ഒരു കുട്ടിയുടെ മുമ്പിൽ കുനിഞ്ഞിരുന്ന് പറ മോനെ ഞാൻ